പ്രിന്റഡ് സെമി ടസേഴ്സ് വിത്ത് അതിനകത്തൊരു കുഞ്ഞ് റെയിൻ ഡ്രോപ്പ് പോലെ വന്നേക്കുന്ന ഒരു പാറ്റേൺ. അത് സെറിയിലാണ് ചെയ്തേക്കുന്നത്. ഡബിൾ ബോർഡർ സെറിയിൽ തന്നെ വന്നിട്ടില്ല, ഡബിൾ ബോർഡർ ടെമ്പിൾ ലുക്കിൽ വന്നിരിക്കുന്ന ഡബിൾ ബോർഡർ. ആൻഡ് ലോ പോർഷനിലാണ് നമുക്ക് ഈ ഒരു പ്രിന്റഡ് ബോർഡർ വന്നിരിക്കുന്നത്. അപ്പോൾ പോർഷന് കുഞ്ഞ് ടെമ്പിൾ ബോർഡർ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ലൊരു ലൈറ്റ് വെയ്റ്റ് സാരിയാണ്. നല്ല കുറച്ച് സോഫ്റ്റ് ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി എനിക്ക് ഈ ഷെയ്ഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു യെല്ലോയുടെയും ഒലിവിൻ്റെ ആയിട്ട് ഇൻ ബിറ്റ്വീൻ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാട്ടോ. നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ റെയിൻ ഡ്രോപ്പ് പോലെയാണ് അതിനകത്ത് ഓരോരോ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് സെറി ലൈൻസും കൂടെ അതിനകത്ത് വന്നിരിക്കുന്നത്. ഭയങ്കര ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല. ഒരു ലൈറ്റ് വെയ്റ്റിൻ്റേതായിട്ടുള്ള ഒരു ഇത് വരുമല്ലോ, ചെറുതായിട്ടുള്ള ഒരു ഭയങ്കര കട്ടിയല്ല എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ട്രാൻസ്പെറൻറ്റ് തീരെ അല്ല. ആൻഡ് ഇതിനകത്ത് പല്ലുവിൽ നമുക്ക് ഷോർട്ടായിട്ട് വന്നിരിക്കുന്ന ഒരു പല്ലുവാണ്. ആൻഡ് അതിനകത്ത് നമുക്ക് ചന്തേരിയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു പല്ലു ഡീറ്റെയിലിംഗ്, അതിനകത്തും പ്രിൻറ്റഡ് ആയിട്ടുള്ള ലുക്ക് വരുന്നുണ്ട്. ആൻഡ് ടാസിൽസ് ഓൾസോ ഇസ് അറ്റാച്ച്ഡ് ടു ഇറ്റ്. വി ഹാവ് പ്രിൻറ്റഡ് ബ്ലൗസ് വിത്ത് ദിസ് വൺ. 2099 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. ഇതിൻ്റെ കോഡ് വരുന്നത് GMS 101 എന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇപ്പോൾ ഈ ഒരു ഷെയ്ഡ്, അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡ് ഒരു പീച്ചി ടോണാണ്, പക്ഷെ ഒരു റസ്റ്റി പീച്ചി ടോൺ എന്ന് പറയാം, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഇതാണ് എൻ്റെ ലുക്ക്. ഒരു ബ്രൗൺ ടിൻറ്റഡ് പീച്ച് എന്ന് അങ്ങനെ പറയാം. ആൻഡ് ദിസ് ഇസ് ദി ബ്ലൗസ് പീസ്. ബ്ലൗസിനകത്ത് നമുക്ക് ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റഡ് ബോർഡർ വരുന്നുണ്ട്, മൾട്ടി കളർഡ് ആയിട്ടുള്ളത്. ബ്ലൗസിൻ്റെ ബോഡി ഫുള്ളായിട്ട് കുഞ്ഞു ഫ്ലോറൽസ്, അതൊരു നെഗറ്റീവ് ലുക്കിലാണ് വന്നിരിക്കുന്നത്. അതാണ് എൻ്റെ ടെസറിൻ്റെ ഫിനിഷിംഗ് ആണ് കേട്ടോ എൻ്റെ ഒരു വീവിങ് സ്റ്റൈൽ കൊണ്ടുവന്നിരിക്കുന്നത്. ലൈറ്റ് വെയ്റ്റ് ആണ്. ഇതാണ് എൻ്റെ ഒരു ട്രാൻസ്പെറൻസി ലെവൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് പിങ്ക് ടോണാണ്. ആൻഡ് ദിസ് ഇസ് ദി ലുക്ക്. ഇത് നമുക്കൊരു ലൈറ്റ് ഫങ്ഷൻസിനോ ഗെറ്റ് ടുഗദേഴ്സിനോ ഒക്കെ ഉപയോഗിക്കാനായിട്ടാണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നമുക്കൊരു ഫോട്ടോസിനൊക്കെ ആണെങ്കിൽ ഒരു ഭംഗിയും വരും. നോട്ട് ഓവർ ഡ്രസ്ഡ് ഓൾസോ. ഇറ്റ്സ് എ നൈസ് ലുക്ക്. ഇതാണ് എൻ്റെ പല്ലുവിൻ്റെ ലുക്ക് വരുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ബ്ലൗസ്. നല്ല ഒരു ഈ നെഗറ്റീവ് ലുക്കാണെങ്കിലും ബേസ് കളറിൻ്റെ ഒരു ഡാർക്ക് ടോണിലാണ് എൻ്റെ പ്രിൻസിനകത്ത് വന്നിരിക്കുന്നത്. പിങ്ക് ഷെയ്ഡ്. ആൻഡ് ദെൻ വി ഹാവ് ഒരു പിസ്ത ഗ്രീൻ. പേസ്റ്റൽ നോട്ടിലോട്ട് ഇത് പോയിട്ടില്ല. ഓക്കെ, ഇതിൻ്റെ ബ്ലൗസിനകത്ത് ചെറിയൊരു ഡിഫറെൻറ്റ് പാറ്റേണിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആണ് എൻ്റെ ബ്ലൗസിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത്. ദിസ് ഇസ് an abstract floral detailing. And this is the body. Body same തന്നെയാണ് അതിനകത്തും വന്നിരിക്കുന്നത്. കംഫർട്ടബിൾ ലൈറ്റ് വെയ്റ്റ് സാരി, ഉടുക്കാനൊക്കെ സുഖമാണ്. മെറ്റീരിയൽ പിന്നെ കുറച്ചൊരു ബ്ലെൻഡഡ് മെറ്റീരിയലിലാണ്, പവലും സാരിയാണ്, കുറച്ചൊരു ബ്ലെൻഡഡ് മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കോട്ടൺ പോലത്തെ ഉള്ളൊരു ഫീലല്ല, സെമി ആയിട്ടുള്ള ഒരു ഫീലിലാണ് വരുന്നത്. സെമി സിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, സെമി സിൽക്ക് ടസറിൻ്റെ ഫിനിഷിൽ വരുന്നതുകൊണ്ട് സെമി ടസർ എന്ന് പറയണമെന്നുള്ളതേ ഉള്ളൂ. ആൻഡ് ഇതിൻ്റെ ഗ്രേഡ് ബ്ലൗസ് ഇതാണ്. മുന്നേ നമ്മൾ ആദ്യം കണ്ട അതേ പാറ്റേൺ. ആൻഡ് ദിസ് ഇസ് ദി ലുക്ക്. വെയർ ചെയ്യുമ്പോൾ ഉള്ളൊരു ലുക്ക് ഇതാണ്. അപ്പോൾ 5 ഷെയ്ഡ്സിൽ വന്നിരിക്കുന്ന സെമി ടസർ സാരി വിത്ത് പ്രിൻറ്റഡ് ബോർഡർ ആൻഡ് ബോഡി ഫുള്ളായിട്ട് ഗോൾഡൻ ടോണിൽ വന്നിരിക്കുന്ന സെറി ഡീറ്റെയിലിംഗ് വിത്ത് ടെമ്പിൾ കുഞ്ഞ് ബോർഡർ. പ്യുർ ഖട്ടി ജോർജറ്റ് ബനാറസി സാരീസ്. 2 ഷെയ്ഡിലും ചെറിയ ഡിഫറെൻറ്റ് പാറ്റേണിലൊക്കെ ആയിട്ട് നമുക്ക് ഓരോന്നിനകത്തും ഓരോ വീവ് ഡിസൈൻസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. രണ്ടും എക്സ്ക്വിസിറ്റ് സാരീസാണ് കേട്ടോ. ഭയങ്കര രസമുള്ള ഒരു ഫേസ്റ്റ് ഷെയ്ഡ് ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്ലൂ ഷെയ്ഡ്. അതിനകത്ത് നല്ലൊരു ഡെപ്തുള്ള കളറാണ്. നല്ല ഒരു വൈബ്രൻ്റ് അല്ല, അതിനൊരു ഭംഗി. നമുക്ക് ആ ഒരു പട്ടിൻ്റെയൊക്കെ കളേഴ്സിനകത്ത് വരുന്ന ഒരു ഷെയ്ഡ് ഭയങ്കര രസമുള്ള ഒരു ടോണിലാണ് വന്നിരിക്കുന്നത്. ഡീപ്പ് ഡാർക്ക് നേവി ഷെയ്ഡിൽ വന്നിട്ടുള്ള ബ്ലൂ, ചെറിയൊരു റോയൽ ടിൻറ്റും കൂടി അതിനകത്ത് വന്നിട്ടുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി ഈ ഒരു ബ്ലൂ ഷെയ്ഡിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു സെറി പാറ്റേൺസ് ഭയങ്കര ഭംഗിയായിട്ടാണ് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നത്. ഫുൾ ബനാറസി പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള വീവിങ് പാറ്റേണിലുമാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. പ്യോർ സെറിയിൽ തന്നെ ആൻറ്റി ഗോൾഡൻ സെറി, ആൻറ്റിക് സിൽവർ ആണ് കേട്ടോ, ഗോൾഡ് അല്ല. ആ ഒരു ബ്രൗൺ ഷെയ്ഡ് കൂടുതൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കൊരു ഗോൾഡൻ ടോൺ അതിനകത്ത് തോന്നുന്നുണ്ട്. രണ്ടിൻ്റെ അകത്തും നമുക്ക് രണ്ടിനകത്തും സിൽവറും ആ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് അതിനകത്ത് വന്നിരിക്കുന്നത് ത്രെഡിനകത്ത്. ആൻഡ് ബോഡി ഫുള്ള് കുഞ്ഞു ബോട്ടൽസാണ്, നല്ല ഭംഗിയായിട്ട് ഇൻട്രിക്കേറ്റ് വീവിങ് പാറ്റേൺ ആണ്. പല്ലൂസ് ടു ബ്യൂട്ടിഫുൾ.
ഫുള്ളായിട്ട് അതിനകത്ത് ഡിയർ ഡിസൈൻസൊക്കെ ഉണ്ട് കേട്ടോ, ഡിയർ പീകോക്ക്. പക്ഷേ നമ്മളത് ട്രഡീഷണലി ബനാറസിയിൽ കാണുന്നതിനകത്തുനിന്ന് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ എൻഡിങ്ങും നല്ല ഭംഗിയാണ്. ആൻഡ് ബ്ലൗസ് പാറ്റേൺ ഫസ്റ്റ് സാരിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഫസ്റ്റ് ലുക്കിനകത്ത് വന്നിരിക്കുന്നത് BHH 137 ആണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 14,299. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസും ടു ബ്യൂട്ടിഫുൾ, ഒരു ഡയമണ്ട് ഡിസൈൻ പോലെ വന്നിട്ട് അതിനകത്ത് ബോഡിയിൽ വന്നിരിക്കുന്ന സെയിം മോട്ടീഫ് അല്ല, ചെറിയ വ്യത്യാസമുള്ള മോട്ടീഫാണ്. വിത്ത് ബോർഡർ പാറ്റേൺ പ്യുവർ ജോർജറ്റിലാണ് വന്നിരിക്കുന്നത്. ഖട്ടി ബനാറസി ജോർജറ്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ സോഫ്റ്റ് മോവ് പിങ്ക്, ഒരു ലൈറ്റർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് അതിനകത്ത് നമുക്ക് ഇതേപോലെ തന്നെ ഇൻട്രിക്കേറ്റ്, നമ്മുടെ ഭയങ്കര ഷോർട്ട് ബനാറസി അല്ല കേട്ടോ അതിൻ്റെ പല്ലു വന്നിരിക്കുന്നത്. ദറ്റ് ഈസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ. ഇത് BHH 139 എന്ന കോഡിലാണ് ഈ ഷെയ്ഡ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഇൻട്രിക്കേറ്റ് വീവിങ് പാറ്റേൺ. പക്ഷേ എനിക്ക് ഇതിൻ്റെ ബ്ലൂവിനകത്ത് കുറച്ച് ഡിഫറെൻ്റ് ആണ് നമ്മൾ എപ്പോഴും ബനാറസിയിൽ കാണുന്നതിനെക്കാട്ടിലും. വി ഹാവ് ബനാറസി മോട്ടീവ്സ് ഇൻ ദിസ് ലോങ് മോട്ടീവ്സ്. ആൻഡ് അതിനകത്ത് നമുക്ക് നല്ല ലോങ് പല്ലു ആയിട്ടുള്ള ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. ബ്ലൗസ് വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ. രണ്ടിൻ്റെ അകത്തും കുറച്ചും കൂടെ ഹെവിയർ ആയിട്ടുള്ള ലുക്കിൽ വീവ് ചെയ്തെടുത്തേക്കുന്ന ബ്ലൗസ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഡയമണ്ട് ഡിസൈൻസ് അതിനകത്ത് ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഹെവി ബ്ലൗസ്, രണ്ട് സൈഡിലും ബോർഡർ അതിൻ്റെ അകത്ത് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ആൻഡ് ബോഡിയിൽ കുഞ്ഞു കുഞ്ഞ് മോട്ടീവ്സ് ആയിട്ടുള്ള ഒരു ലുക്കും കൂടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കയ്യിൽ എടുക്കുമ്പോൾ ഒരു വെയിറ്റ് തോന്നിയാലും നമുക്കത് ഉടുത്ത് കഴിയുമ്പോൾ വെയിറ്റ് തോന്നത്തില്ല. ഭയങ്കര ഫിഗറി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ 2 ഡിസൈൻസ്, രണ്ടിൻ്റെയും ഡ്രേപ്ഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നതാണ്. 14,299 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. റിച്ച് കളേഴ്സിൻ്റെ നാട് തന്നെയാണ് ഇന്ത്യ. പക്ഷേ ഇതിനകത്തൊക്കെ കാട്ടിലും റിച്ചറായിട്ടുള്ള ഒരു ഫീൽ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു വൈറ്റ്, ഓഫ് വൈറ്റ്, ക്രീമി ഷെയ്ഡ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക റിച്ച്നെസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതും ഒരു ഗ്രാൻഡ് ലുക്കിൽ വന്നിരിക്കുന്ന ബനാറസി സാരി ഇൻ ജോർജറ്റ് ആൻഡ് ക്രീം ഷെയ്ഡ് വിത്ത് സിൽവർ ബനാറസിയാണ്. ആൻഡ് ഇത് നമുക്ക് അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഇങ്ങനെ ക്ലോസറായിട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മളെ ഒരു ട്രഡീഷണൽ ബനാറസി പാറ്റേൺ തന്നെയാണ് ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത്. ആൻഡ് സിൽവറി യാൻസ് ആണ് അതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. സിൽവറും ലൈറ്റായിട്ട് സിൽവറും നല്ലൊരു സിൽവറി വൈറ്റ്, പേൾ വൈറ്റ് യാൻസിൻ്റെ ആയിട്ടുള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഇൻസൈഡ് പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. പവർലൂം സാരിയാണ്. 6899 റേഞ്ചിൽ നമുക്ക് നല്ലൊരു ജോർജറ്റ്, നല്ല ഹൈ ക്വാളിറ്റി ജോർജറ്റാണ്. പ്യുവർ ജോർജറ്റിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ബനാറസി പാറ്റേൺ വന്നിരിക്കുന്നത്. നമുക്ക് ആ ഒരു പ്യുവറിൻ്റെ ഇത് കണ്ടൻറ്റ് വരുമ്പോൾ നമുക്കിതിന് ഒരു പ്രത്യേക മണമൊക്കെ വരും കേട്ടോ. ദാറ്റ് ഇസ് ദെയർ ഇൻ ദിസ് സാരി. പക്ഷേ പവർലൂം ആയതുകൊണ്ട് നമുക്ക് അതിനകത്ത് നല്ലൊരു പ്രൈസ് റേഞ്ചിൽ കൊണ്ടുവരാൻ പറ്റിയേക്കാണ് കേട്ടോ. 6899 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. YNG 321 എന്ന കോഡിലാണത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അതിൻ്റെ ബ്ലൗസ് വന്നിട്ട് സോളിഡ് ബ്ലൗസ് വിത്ത് ബോർഡർ പാറ്റേൺ ആണ് അതിൻ്റെ ബ്ലൗസിൻ്റെ ലുക്ക് വരുന്നത്. ആൻഡ് കുറച്ചും കൂടി റിച്ചായിട്ട് നിൽക്കുന്ന പല്ലുവാണ് അതിനകത്ത് വരുന്നത്. ബോർഡർ പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഡയമണ്ട് ഡിസൈൻസ് ആണ് അതിനകത്ത് ഫുള്ള് ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്തും ഒരു ടെക്സ്ചേർഡ് ലുക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നർ എഡ്ജിലായിട്ട് നമുക്ക് കുഞ്ഞ് പേസ്ലി ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. അത് അതിൻ്റെ കൂടെ തന്നെ ഒരു ജാൽ പാറ്റേണിൻ്റെ കൂടെ തന്നെ വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡ് ഔട്ടായിട്ട് അവിടെ വരത്തില്ല. ആൻഡ് ഷോർട്ട് പല്ലുവാണ് വന്നിരിക്കുന്നത്. അതിനകത്തും നമുക്ക് ഈ ഒരു കുഞ്ഞ് പേസ്ലി ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഫിഗറി ആയിട്ട് ഒതുക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ജോർജറ്റ് സാരി. ക്രീം ഷെയ്ഡാണ് അതിൻ്റെ ബേസ് കളർ. അതിനകത്ത് ഒരു സട്ടിൽ കോൺട്രാസ്റ്റിൽ ഒരു സട്ടിൽ എംബോസ്ഡ് ഇഫക്റ്റ് പോലെയാണ് നമുക്ക് അതിനകത്ത് ആ ഒരു വീവ് പാറ്റേൺസിനകത്ത് വന്നിരിക്കുന്നത്. ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് കട്ട് യാൻസിൻ്റെ ആ ഒരു ഇംപ്രഷനും കൂടെ നമുക്ക് ഇതിനകത്ത് റൈറ്റ് സൈഡിൽ അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മളതങ്ങനെ ഉടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു ടെക്സ്ചർ, അതിൻ്റെ ഒരു പ്ലെയിൻ ഏരിയയും പിന്നെ ഒരു വീവ് പാറ്റേണിൽ വന്നിരിക്കുന്ന ടെക്സ്ചറും കൂടെയൊക്കെ വന്നിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു സാരി തന്നെയാണ് കേട്ടോ. എനിക്ക് അതിൻ്റെ ആ ഒരു ഹോൾ ടുഗദർ ലുക്ക്. ആൻഡ് ഇത് നമുക്ക് സ്റ്റൈൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വൈറ്റ് ഓൺ വൈറ്റ് തന്നെ പോവുകയാണ് നമ്മൾ. ബ്ലൗസും അതിനകത്ത് വൈറ്റ് തന്നെ വിത്ത് ബ്ലൗസൊക്കെ ആയിട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും മൾട്ടി കളേർഡായിട്ട് വന്നിരിക്കുന്ന ജ്വല്ലറി ആയിട്ട് പെയർ ചെയ്യുക. പോൾക്കി ആവാം, ഇല്ല എന്നുണ്ടെങ്കിൽ ക്രിസ്റ്റൽ സ്റ്റോൺസ് ആവാം, ഏതാണെങ്കിലും ശരി. നമുക്ക് അതൊരു മൾട്ടി കളേർഡ് ആയിട്ടുള്ള ലുക്കും കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഗ്രാൻഡ് ലുക്കാണ്. സോ ചെക്ക് ഇറ്റ് ഔട്ട്. YNG 321 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 6899.